നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് എങ്ങനെ ഈ ഒരു ട്രെൻഡ് നിഫ്റ്റിയിൽ എങ്ങനെ വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റി ഇന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 22,409 റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു. ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് തുടക്കത്തിൽ ആ ഒരു മൊമെന്റം കിട്ടി കാണും. എന്നിരുന്നാലും സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു. 450 താഴത്തേക്കായാലും നിഫ്റ്റി വന്നിരുന്നില്ല. അവസാനത്തെ ഒരു സെക്ഷനിലാണ് വന്നെങ്കിലും ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ നിഫ്റ്റി നിലനിൽക്കുന്നതാണ് നമ്മളത് കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഇൻ കേസ് നിലനിർത്തിയാലും ആ സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് എപ്പോഴും ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും സിംഗിൾ ക്യാനിലും എപ്പോഴും റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് മാർക്കറ്റ് മൂവ്മെന്റ് വന്നില്ലെങ്കിലും, മാർക്കറ്റിൽ ഒരു മൊമെന്റം സംഭവിച്ചില്ലെങ്കിലും എപ്പോഴും ചെറിയ ഒരു ലോസിൽ നമുക്ക് അത് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെന്റ് ആയാലും നമുക്ക് ഈ ഒരു വലിയൊരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് വളരെ എക്സാക്റ്റ് ആയിട്ട് കിട്ടി. വളരെ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ബൈ വന്നപ്പോൾ വളരെ എക്സാക്റ്റ് ആയിട്ട് സെയിം സിംഗിൾ ക്യാനിലും സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ എപ്പോഴും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഒരു റിസ്കിൽ എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ റിസ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു ട്രെൻഡ് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. ഒരു കറണ്ട് ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു മൊമെന്റ് എങ്ങനെയാണ്, ഇതൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഈ ഒരു ലെവലിൽ നോക്കുക, നിഫ്റ്റി മുൻപ് വന്നിരിക്കുന്ന ഒരു ഹൈയുടെ അടുത്താണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിലനിർത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും നോക്കണം. റെസിസ്റ്റൻസ് അനുസരിച്ചാണ് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എപ്പോഴും റെസിസ്റ്റൻസുകൾ എപ്പോഴും ഇങ്ങനെ നോക്കണം. ഇപ്പോൾ മുൻപത്തെയും ഈ ഒരു മൊമെന്റ് നോക്കുക, ഇവിടെ ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ഒരു ഏരിയ എത്തുമ്പോൾ ശ്രദ്ധിക്കണം, ബൈ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ മുകളിലേക്ക് നിഫ്റ്റി ഒരു ദിവസം ഹോൾഡ്, അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കണം റൈറ്റ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്, ഏതാണ് നിഫ്റ്റിയിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് 22,525 കാണുന്നത്. ലോവർ ലെവല്, അതായത് സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 22,440 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്വിക്ക് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 22,440 താഴെ ശ്രദ്ധിക്കുക. ഇതിന്റെ താഴെ 22,405 സപ്പോർട്ട് കാണുന്നുണ്ട്. 22,405 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. അതായത് നിഫ്റ്റിയിലായാലും താഴത്തേക്ക് വരുന്ന ഒരു പ്രഷർ കൂടുതലാണെങ്കിൽ 405 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷെ 405 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 525 അടുത്താണ് റെസിസ്റ്റൻസ് കാണുന്നത്. പക്ഷെ ഒരു ലിമിറ്റഡ് ടാർഗറ്റ് ആകുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഈ പറയുന്ന റേഞ്ചിലല്ലെങ്കിൽ, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട്
ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ ബൈക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഇൻ കേസ് 22,400 ഗ്യാപ് ഡൗൺ ആണ്, 405 സപ്പോർട്ടിലാണെങ്കിൽ 440 മുകളിലേക്ക് നിലനിന്നാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 440 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ 22,405 സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ക്വിക്കായിട്ട് ഒരു മൊമെന്റം താഴത്തേക്ക് 22,320 വരെയുള്ള ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം സപ്പോർട്ട് 22,200 170 എന്ന് പറയുന്നത് ലോവർ ലെവലെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 170 ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 22,200 താഴത്തേക്ക് നിലനിർത്തിയതിനു ശേഷം 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു മൊമെന്റം നോക്കുക. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് ഈ ഒരു മൊമെന്റം കിട്ടി കാണും. അതായത് 47,450 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ആ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിന്റെ താഴത്തേക്ക് പോലും നിഫ്റ്റി വന്നിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി വന്നിരുന്നില്ല. ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ആ റേഞ്ചിന്റെ ഉള്ളിൽ ഒരു സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. കാരണം റെസിസ്റ്റൻസിന്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇതൊരു ബൈസിന്റെ ലെവലിലാണ്. മാത്രമല്ല 47,450 ഇതാണ് സപ്പോർട്ട്. 47,450 നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട്. അപ്പൊ ഇതിന്റെ താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവല് തന്നെയാണ് വരും ദിവസങ്ങളിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. $47,450 സപ്പോർട്ട് കാണുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് ഹയർ ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് 47,720 ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 47,720 മുകളിൽ 47,930 റെസിസ്റ്റൻസ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ പറയുന്ന ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഈ റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള അതേ റേഞ്ചിൽ അടുത്താണെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തീരുമാനം എടുക്കുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ലോവർ ലെവൽ ഈ സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ഫാള് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു സപ്പോർട്ടിലാണെങ്കിൽ ഷോർട്ട്സ് തന്നെ അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 47,450 450 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ടിലേക്ക് എത്തും. 47,335 സപ്പോർട്ടിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം 47,100 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം 46,930 സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.